നമസ്കാരം. പാർലമെന്റിൽ ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ എത്രയൊക്കെ പറഞ്ഞിട്ടും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും അങ്ങ് ദഹിക്കുന്നില്ല. എന്താണ് ദഹിക്കാത്ത പ്രധാന കാരണം? പഹൽഗാമിൽ 26 നിരപരാധികളെ കൊന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല. കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ടുകൾ, തെളിവുകൾ, IBയുടെ തെളിവുകൾ, ഇന്ത്യൻ ആർമി കണ്ടെത്തിയ തെളിവുകൾ, ഇതെല്ലാം പാർലമെന്റിന്റെ സമക്ഷത്തിൽ ഹാജരാക്കിയപ്പോഴും ഇവർക്ക് ഇപ്പോഴും വ്യക്തത വരുന്നില്ല. അതായത് ഇവർക്ക് ഇപ്പോഴും അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇനിയും ആ സത്യം കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. കാരണം കോൺഗ്രസിന് പാകിസ്ഥാനോടുള്ള സ്നേഹമാണോ അതോ വേറെ എന്തെങ്കിലും ഒരു അനുകമ്പയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യവും അറിയില്ല. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് പാകിസ്ഥാനാണെന്ന് പറയുകയും അവർ അതിനെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് വസ്തുത. അപ്പോഴും കോൺഗ്രസ് തെളിവ് ചോദിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇതിനു മുമ്പ്, അതായത് പുൽവാമയിൽ തീവ്രവാദികൾ ഭീകരാക്രമണം നടത്തിയപ്പോഴും അന്ന് ഒരു തെളിവ് കോൺഗ്രസ് ചോദിച്ചു. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കൃത്യമായ ഓരോ നീക്കങ്ങളും ഇന്ത്യൻ സൈന്യം ഡ്രോൺ ഉപയോഗിച്ച് ഒപ്പിയെടുത്തത്. അതുകൊണ്ടാണ് ഓരോ ദിവസവും പട്ടാള മേധാവിമാർ ബ്രീഫ് ന്യൂസ് ചെയ്യുന്നു. അവർ ഓരോ തെളിവുകളും, നമ്മൾ ഇന്ന ദിവസം പാകിസ്ഥാന്റെ ഇത്ര ബേസ് ക്യാമ്പുകൾ, പാകിസ്ഥാൻ നമ്മൾ ഇത്ര നാശനഷ്ടങ്ങൾ വരുത്തി എന്നടക്കം കൃത്യമായി അവർ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞു. നിലവിൽ പാർലമെന്റിൽ ഭരണപക്ഷത്തെ ഉത്തരം മുട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന കോൺഗ്രസിന് അമിത്ഷായുടെ ചോദ്യമുനകളിലും തെളിവുകളിലും മിണ്ടാട്ടം മുട്ടുന്ന അവസ്ഥയാണുണ്ടായത്. ഓപ്പറേഷൻ മഹാദേവിൽ ഇന്നലെ 2 ദിവസത്തിന് മുമ്പ് നടത്തിയ ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്നും ആണോ വന്നത് എന്നൊരു ചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തിയത്. ചിദംബരം അടക്കമുള്ളവർ ഒരു ചോദ്യം ഉയർത്തിയിരുന്നു. അതേ എന്ന് തന്നെ അമിത്ഷാ പറയുകയും ചെയ്തു. സൈന്യവും CRPFും ജമ്മു കാശ്മീർ പോലീസ് എന്നിവരുടെ സംയുക്ത ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടത് സുലൈമാൻ, അഫ്ഗാനി, ജിബ്രാൻ എന്നീ 3 തീവ്രവാദികളാണ്. ആ കൂട്ടത്തിൽ സുലൈമാൻ ലഷ്കർ-ഇ-തോയ്ബയുടെ മുന്തിയ ഒരു കമാൻഡറും കൂടിയാണ്. ഇയാൾ 26 പേരെ കൂട്ടക്കുരുതി നടത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെടെ ഭീകരനാണെന്ന് സുരക്ഷാ ഏജൻസികൾക്ക് നിർണായകമായ തെളിവും കിട്ടി. അഫ്ഗാനും ജിബ്രാനും A പട്ടികയിലുള്ള ഭീകരരാണ്. മെയ് 22-ന് ശ്രീനഗറിന് അടുത്ത ദച്ചിഗാമിൽ ഭീകരരുടെ സാന്നിധ്യം ഉണ്ട് എന്ന് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ഒരു വിവരം കിട്ടി. IBയും സൈന്യവും പ്രത്യേക ഉപകരണങ്ങൾ വഴി ഭീകരരുടെ ആശയവിനിമയം പിടിച്ചെടുത്തു. എന്നിട്ട് അവരതിനെ ഡീകോഡ് ചെയ്യുകയും ചെയ്തു. ജൂലൈ 22-ന് ഭീകരരുടെ സാന്നിധ്യം മേഖലയിൽ സ്ഥിരീകരിക്കുന്നു. തുടർന്നാണ് സംയുക്തമായി ഓപ്പറേഷൻ മഹാദേവ് അവിടെ ആരംഭിക്കുന്നത്. നമ്മുടെ നിരപരാധികളായ ജനങ്ങളെ കൊന്നവരെ ഞങ്ങൾ വകവരുത്തി. അങ്ങനെയാണ് അമിത്ഷാ ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞത്. പഹൽഗാമിലെ ആക്രമണ സമയത്ത് ആ ഒരു സ്ഥലത്ത് നിന്നും വീണ്ടെടുത്ത ബുള്ളറ്റുകൾ, അതോടൊപ്പം തന്നെ ഷെല്ലുകളുടെ ഫോറൻസിക് റിപ്പോർട്ടുകൾ എല്ലാം തന്നെ പരിശോധിച്ചു. കൂടാതെ ഈ 3 ഭീകരരും കൊല്ലപ്പെട്ട ശേഷം അവരുടെ റൈഫിളുകളും പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം M9ഉം മറ്റു 2 AK-47ഉമായിരുന്നു. ഛത്തീസ്ഗഡിലെ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് റൈഫിളുകൾ വിമാനത്തിൽ കയറ്റി പരിശോധനയ്ക്കായി അയച്ചു. ഈ റൈഫിളുകൾ നിറയൊഴിച്ച് കാലിയായ ഷെല്ലുകൾ പഹൽഗാമിലേതുമായി അവരൊന്ന് ക്രോസ് ചെക്ക് ചെയ്തു. ഈ 3 റൈഫിളുകളും പഹൽഗാമിൽ നിരപരാധികളായ നമ്മുടെ പൗരന്മാരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചതാണെന്ന് വ്യക്തമായതായി അമിത്ഷാ തന്നെ പറഞ്ഞു. കാരണം സംശയിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. കാരണം അമിത്ഷായുടെ കയ്യിൽ ബാലിസ്റ്റിക് റിപ്പോർട്ടും കൊണ്ടാണ് അമിത്ഷാ പാർലമെന്റിലേക്ക് ഇന്നലെ ചോദ്യങ്ങളെ നേരിടാനായിട്ട് എത്തിയത്. കാരണം തെളിവ് അമിത്ഷായുടെ കയ്യിലുമുണ്ട്. 6 ശാസ്ത്രജ്ഞർ അത് പരിശോധിച്ച് സ്ഥിരീകരിച്ചു. പഹൽഗാമിൽ നിറയൊഴിച്ച വെടിയുണ്ടകളും ശ്രീനഗറിൽ ഭീകരർ നിറയൊഴിച്ച തോക്കുകളിലെ വെടിയുണ്ടകളും 100% കറക്റ്റാണ് എന്ന് വീഡിയോ കോൾ വഴി ഇത് ബാലിസ്റ്റിക് റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർ തന്നെ അമിത്ഷായോട് പറയുകയും ചെയ്തു. ഭീകരർ പാകിസ്ഥാനിൽ നിന്ന് വന്നതിന് തെളിവ് എന്തെന്ന് ചോദിച്ച P ചിദംബരത്തിനുള്ള മറുപടി അമിത്ഷാ നൽകിയത് ഇങ്ങനെയാണ്. അതായത് 3 ഭീകരരും പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ് വന്നത്. അതിനൊരു തെളിവുണ്ട്. അതായത് 3-ൽ 2 പേർക്ക് പാകിസ്ഥാനിൽ വോട്ടർ നമ്പറുകളുണ്ട്. പാകിസ്ഥാനിൽ നിർമ്മിച്ച ചോക്ലേറ്റ് ഫാക്ടറിയുടെ ആ ചോക്ലേറ്റ് കവറും കൊണ്ടാണ് ഇവർ ജമ്മു കാശ്മീരിലേക്ക് എത്തിയത്. അപ്പോൾ അത് തന്നെ 2 തെളിവായി കഴിഞ്ഞു. അമിത്ഷായുടെ ഈ ഒരു പരാമർശം പ്രതിപക്ഷങ്ങൾ ബഹളം വയ്ക്കുന്നതിനിടെയാണ് അമിത്ഷാ എല്ലാ നിർണായകമായ കാര്യങ്ങളും അവിടെ പറഞ്ഞത്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് പാകിസ്ഥാൻ ആണ് എന്ന സത്യം ഇപ്പോഴും കോൺഗ്രസ് എന്തുകൊണ്ട് ഉൾക്കൊള്ളുന്നില്ല എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ജനങ്ങൾ തന്നെ ഉന്നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ.
പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.